നമ്മുടെ ഓണം റെസിപ്പീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. അപ്പൊ നമുക്ക് അച്ഛൻ്റെ അടുത്ത് ചോദിക്കാം ഇന്ന് എന്താ ഉണ്ടാക്കണേന്ന്. ഇന്ന് നമ്മളുണ്ടല്ലോ സദ്യകളിലൊക്കെ ഇലകളുടെ ഇടത്തേരത്ത് പപ്പടത്തിന്റെ അടിയിൽ ഒരു കറുത്ത സുന്ദരി ഒളിച്ചിരിക്കുന്നുണ്ടോ? എന്താണെന്നറിയോ? പുളിയിഞ്ചി. അത് തന്നെ. നല്ല അടിപൊളി സദ്യ സ്റ്റൈല് പുളിയിഞ്ചി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് കണ്ടിട്ട് വരാം. അടിപൊളി പുളിയിഞ്ചി. ഒരു ചെറിയ കുടുംബത്തിന് സദ്യക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അളവിലുള്ള പുളിയാണ് നമ്മളിവിടെ എടുത്താക്കണത്. ഞാൻ 1/2 കിലോ പുളിയാണ് എടുത്താക്കണത്. ഇത് നല്ല കറുത്ത പുളിയാണ്. നമ്മളെപ്പോഴും പുളിയിഞ്ചിക്ക് പുളി എടുക്കുമ്പോൾ നല്ല പാകം വന്ന പുളി, അതായത് ഒരു വർഷമെങ്കിലും പഴക്കമുള്ള പുളി കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതന്നെ എടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ നല്ല കറുത്ത പുളിയാണ് പുളിയിഞ്ചിക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പുളിയിഞ്ചിക്ക് സദ്യ പുളിയിഞ്ചിയുടെ ആ ഒരു നിറമൊക്കെ നമ്മുടെ പുളിയിഞ്ചിക്കും കിട്ടും. നല്ല കറുത്ത നിറം കിട്ടും. അപ്പോൾ കുറച്ച് പാകം വന്ന പുളി, ഒരു വർഷമെങ്കിലും പഴക്കമുള്ള പുളി നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് തന്നെ ഉപയോഗിക്കുക. ഞാൻ നമ്മുടെ പുളിയിഞ്ചി നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലും കൂടിയാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. ഞാൻ നല്ല വെട്ടി തിളപ്പിച്ച വെള്ളമാണ് എടുത്താക്കണത്. ഇത് നമ്മൾ 1/2 കിലോ പുളിക്ക് 1 ലിറ്റർ വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാൻ ഈ പുളി വെള്ളത്തിൽ കുതിർത്ത് വെക്കാൻ പോവാണ്. ഞാനിവിടെ വെള്ളത്തിൻ്റെ അളവും കൂടി നിങ്ങൾക്ക് തരാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ വല്ലാണ്ട് വെള്ളം കൂടി കഴിഞ്ഞാൽ പുളിയിഞ്ചി കുറുകി വരാനും കൂടുതൽ സമയം പിടിക്കും. അപ്പോൾ നമുക്ക് 1/2 കിലോ പുളിക്ക് 1 ലിറ്റർ വെള്ളമാണ് ശരിക്കും പാകം. ഇത് നന്നായിട്ട് തിളപ്പിച്ച വെള്ളമാണ്. ഈ വെള്ളത്തിൽ ഒരു അരമണിക്കൂർ ഈ പുളി ഒന്ന് കിടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കിത് നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ചെടുക്കാം. പുളി കുതിരണ സമയം കൊണ്ട് നമുക്ക് പുളിയിഞ്ചിക്ക് ആവശ്യമായ ഇഞ്ചിയും പച്ചമുളകും ഒന്ന് അരിഞ്ഞെടുക്കാം. ഞാൻ ഇവിടെ 1/2 കിലോ പുളിയാണ് എടുത്താക്കണത്. 1/2 കിലോ പുളിക്ക് 200 ഗ്രാം ഇഞ്ചിയും 100 ഗ്രാം പച്ചമുളകാണ് ഞാൻ ഇവിടെ എടുത്താക്കണത്. ഇനി നമുക്കിത് രണ്ടും നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. നമ്മൾ പുളിയിഞ്ചിക്ക് വേണ്ട ഇഞ്ചിയും പച്ചമുളകൊക്കെ നല്ല പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 200 ഗ്രാം ഇഞ്ചിയാണ് നമ്മളിവിടെ അരിഞ്ഞാക്കണത്. അതുപോലെ 100 ഗ്രാം പച്ചമുളക്. പിന്നെ ഞാൻ എൻ്റെ കൈപ്പിടിയിൽ 2 പിടി വേപ്പിലയാണ് എടുത്താക്കണത്. വേപ്പില നിങ്ങളുടെ ആവശ്യാനുസരണം എത്ര വേണമെങ്കിലും ചേർത്തോളൂ. വേപ്പില കുറച്ച് കൂടിയാലും പുളിയിഞ്ചിക്ക് സ്വാദ് കൂടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഇഞ്ചിയും പച്ചമുളകും ഒന്ന് വറുത്തെടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് ഇഞ്ചി ചേർക്കാം. ഇഞ്ചി ഒരു പകുതി മൂപ്പായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർക്കാം. നമ്മുടെ ഇഞ്ചി ഏകദേശം പാകമായി വരുന്നുണ്ട്. ഒരു പകുതി പാകമായിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതിലേക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഇഞ്ചി പച്ചമുളകും വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇളക്കിക്കൊണ്ടിരിക്കണം ഇടയ്ക്കിടയ്ക്ക്. കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുളിയിഞ്ചിക്ക് ആകെ ഒരു പുകസ്വാദായിരിക്കും. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ചേർക്കുകയാണ്. നമ്മുടെ ഇഞ്ചിയും പച്ചമുളകൊക്കെ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞു. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമ്മൾ പുളിവെള്ളം ഈ മൂപ്പിച്ച് വെച്ചേക്കണ ഇഞ്ചിയിലും പച്ചമുളകിലാണ് തിളപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു അടി കട്ടിയുള്ള പാത്രം, അല്ലെങ്കിൽ കൽച്ചട്ടിയോ ഉരുളിയാണെങ്കിൽ ഏറ്റവും ഉത്തമം, അതൊരു പാത്രം നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ പുളിയിഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കൽച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കണ ഇഞ്ചിയും പച്ചമുളകും അതിൻ്റെ മിക്സ് ഞാൻ ചേർക്കുകയാണ്. വേപ്പിലയുണ്ട്.
ഇത് ഞാൻ നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ചു വെച്ചേക്കണ പുളിയാണ്. പുളി എപ്പോഴും നമ്മളൊന്ന് അരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം പുളിയിൽ ചിലപ്പോൾ മണ്ണോ അല്ലെങ്കിൽ എന്തെങ്കിലും കരടൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പുളി അരിച്ചു വെക്കാനായിട്ട് പറയണത്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഇത് 1 ടീസ്പൂൺ പിരിയമുളകിൻ്റെ പൊടിയാണ്. നമ്മളിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് സാമാന്യം നല്ല എരിവൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത്തിരി മുളക് പൊടിയും കൂടി ചേർത്താൽ മാത്രമേ പുളിഞ്ചിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ മുളക് പൊടി ചേർക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് ഒരു കഷ്ണം കായം കൂടി ചേർക്കാണ്. ഇതിൻ്റെ ഒരു അളവ് പറയുകയാണെങ്കിൽ കായത്തിൻ്റെ പൊടിയാണ് നിങ്ങൾ ചേർക്കണമെങ്കിൽ 1 സ്പൂൺ കായപ്പൊടി ചേർക്കാം. ഇനി ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങളിൽ ചിലവർക്കൊക്കെ അറിയുണ്ടാവും, ചിലവർ ചെയ്യുണ്ടാവും. നമുക്കിതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ഇടാം. ഞാൻ ഒരു ചെറിയ പിടി കരിവേപ്പിലയാണ് ഇട്ടാക്കണത്. ഈ പുളിവെള്ളം ഈ കരിവേപ്പിലയിൽ കിടന്ന് തിളയ്ക്കട്ടെ. ഇതൊരു ടിപ്പാണ്. നമ്മളിങ്ങനെ കരിവേപ്പിലയിൽ ഈ പുളിയിഞ്ചി തിളയ്ക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടാവുക. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താണ് ഇതിൻ്റെ വ്യത്യാസം എന്നുള്ളത്. ഉപ്പ് നമ്മളിപ്പോൾ ചേർക്കണില്ല. പുളി ഒരു തള വരട്ടെ. ഈ പുളിവെള്ളം ഒരു തള വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. അപ്പോൾ നമ്മുടെ പുളിയിഞ്ചി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞു. നമുക്കിനിയിപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഞാനിതിലേക്ക് കല്ലുപ്പാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് തന്നെ ചേർക്കാം. ഞാനിവിടെ 100 ഗ്രാമിലും കുറച്ച് കൂടുതൽ ഉപ്പ് എടുക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ എടുക്കുന്ന പുളിരസത്തിനനുസരിച്ചുള്ള ഉപ്പ് വേണം ചേർക്കാനായിട്ട്. ഓരോരുത്തരും എടുക്കുന്ന പുളിരസത്തിന് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഉപ്പ് ഏകദേശം ഒരു 100നും 150നും ഇടയിലാണ് ഉപ്പ് വേണ്ടി വരാം. ആദ്യം നമുക്ക് ഈ ഉപ്പ് ചേർത്ത് നോക്കാം. എന്നിട്ട് നമുക്ക് എങ്ങനെയാണ് ഉപ്പിൻ്റെ അവസ്ഥ എന്നൊക്കെ അറിഞ്ഞിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം. ഓരോരുത്തരുടെയും കയ്യിലുള്ള പുളിയുടെയൊക്കെ അനുസരിച്ചിട്ട് ഉപ്പിൻ്റെ തോത് വ്യത്യാസപ്പെട്ടിരിക്കും. ഇനി ഈ പുളിവെള്ളം നന്നായിട്ട് തിളച്ച് കുറുകി വരട്ടെ. ഏകദേശം ഒരു അരമണിക്കൂർ എന്തായാലും തിളയ്ക്കേണ്ടി വരും. അത് നമുക്ക് കാണാം വീണ്ടും ഒരു അരമണിക്കൂറിന് ശേഷം. അപ്പോൾ നമ്മുടെ പുളിയൊക്കെ നന്നായിട്ട് വെന്ത് കുറുകി വരുന്നുണ്ട്. നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ശർക്കരപ്പാനി ചേർക്കാം. ഞാനിവിടെ 500 ഗ്രാമാണ്, ഞാൻ പറഞ്ഞിരുന്നല്ലോ 1/2 കിലോ ആണ് പുളി എടുത്തത്. 1/2 കിലോ പുളിക്ക് 400 ഗ്രാം ശർക്കരയാണ് എടുക്കുന്നത്. ശർക്കര ഞാനിവിടെ പാനിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആ ശർക്കരപ്പാനി ചേർക്കാം. അതിനുശേഷം ഈ പുളിയിഞ്ചി ഒന്ന് ശർക്കരപ്പാനിയിൽ കിടന്നിട്ട് ഒരു 10-20 മിനിറ്റും കൂടി ഒന്ന് കുറുകി കിട്ടട്ടെ. ഇനി നമുക്ക് ഇതൊന്ന് വറ്റി കിട്ടണം. നമുക്കൊരു 10-20 മിനിറ്റ്, ചിലപ്പോൾ അരമണിക്കൂർ വരെ പിടിക്കും. നമുക്കത് കഴിഞ്ഞിട്ട് ഇതൊന്ന് നോക്കാം. നമ്മുടെ പുളിയിഞ്ചി പാകമായിട്ടുണ്ട്. ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. ഈ കൽച്ചട്ടിയിൽ തന്നെ ഇരുന്നിട്ട് നമ്മൾ നാളെ കാലത്തേക്ക് ഇത് എടുക്കുമ്പോഴേക്കും നല്ല കട്ടയായിരിക്കും. ഇത് സദ്യയിലൊക്കെ വളമ്പണ പോലെ നല്ല തിക്കായിട്ടുള്ള പുളിയിഞ്ചിയായിട്ട് ഇത് മാറും. അപ്പോൾ നമുക്ക് ഇനി പുളിയിഞ്ചിക്കുള്ള വറവ് റെഡിയാക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ കടുക് ഇടാണ്. 1 ടീസ്പൂൺ കടുക് ഇട്ടു. കടുക് പൊട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് മുളക് ഇടാണ്. മുളക് വറവൊക്കെ നമ്മൾ ഇടുമ്പോൾ ഇത്തിരി കൂടുതൽ എടുക്കണം. പുളിയിഞ്ചിക്കൊക്കെ വറവിടുമ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 6-7 വറ്റൽമുളക് ചെറുതായിട്ട് പൊട്ടിച്ചതാണിത്. അതുപോലെ ഒരു വലിയ ടീസ്പൂൺ കടുകാണ് എടുത്താക്കുന്നത്. ഞാൻ ഇതിലേക്ക് ഒരു പിഞ്ച് ഉലുവയും കൂടി ചേർക്കാണ്. ഇനി ഇതിലേക്ക് ഒരു പിടി വേപ്പില. ഇനി നമുക്ക് ഈ വറവ് പുളിയിഞ്ചിക്ക് ചേർക്കാം. ഒരു 2 മിനിറ്റ് നമുക്ക് ഈ കൽച്ചട്ടി ഒന്ന് അടച്ചു വെക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം.
നല്ല മണമൊക്കെ വരുന്നുണ്ട് പുളിയിഞ്ചിയുടെ. നമുക്കിനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. കൽച്ചട്ടിയിലും ഉരുളിയിലൊക്കെ പുളിയിഞ്ചി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ പാത്രഭാഗം എന്ന് പറയും. ഇതിൽ തന്നെ ഇരുന്നിട്ട് പുളിയിഞ്ചി ഒന്നും കൂടി നന്നായിട്ട് കുറുകി കിട്ടും. അപ്പോൾ നമ്മളിത് നാളെ കാലത്തേക്ക് നോക്കുമ്പോഴേക്കും നല്ല തിക്കായിട്ടുള്ള പുളിയിഞ്ചി ആയിട്ട് മാറിയിട്ടുണ്ടാവും. നമുക്കിനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെക്കാം. എല്ലാവർക്കും പുളിയിഞ്ചി ഇഷ്ടമായല്ലോ. ഉണ്ടാക്കി നോക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് പറയാം. നാളെ കാണാം വേറൊരു പുതിയ റെസിപ്പി ആയിട്ട്. അതുവരെ ബായ്. പുന്നെല്ലിൻ ചോറു വിളമ്പി നിരനിരയായി ചെറുകറികൾ, രുചിയേറും സാമ്പാറുണ്ടേ, ഓരരികിൽ പപ്പടവും, പൈനാപ്പിൾ പച്ചടിയുണ്ടേ, 100 തികയ്ക്കാൻ ഇഞ്ചിത്തൈരും, അവിയലിന് കൂട്ടുപിടിക്കാൻ ഓലനും കാളനും തകതകതേ, വയറു നിറച്ചോടല്ലേ വരുന്നുണ്ടേ വമ്പന്മാർ, പാലടയും പഴവും പരിപ്പും ഗോതമ്പും ചക്കയുമായി, പ്രഥമനുകൾ പലവിധമായി, രുചിയേറും കറികൾ കൂട്ടാം, മണമൂറും പായസവും നാടിൻ്റെ തനിമയുമായി, വർമാസിൻ രുചിമേളം.